മൾട്ടിപ്ലിക്കേഷൻ ബുദ്ധിമുട്ടുള്ള മക്കളാണോ നിങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിഫിക്കൽട്ടിയും കൂടി വരും. ഇന്ന് മിസ് പറയാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും 9ന്റെ ടേബിൾ അറിയാം അല്ലേ? അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് 9ന്റെ ടേബിൾ. ഒന്ന് സൂക്ഷിച്ച് നോക്കി, നമ്മളെല്ലാവരും 9ന്റെ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചവരാണ് അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 99ന്റെ ടേബിളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ 99ന്റെ ടേബിൾ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും, എങ്ങനെയാണ് പഠിച്ചു വെക്കാന്നൊക്കെ അല്ലേ? അതിനൊരു സൂത്രമുണ്ട്, കാണിച്ചുതരാം. 1 × 99 99 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത് ആരാണ്? 2 × 99. അതെങ്ങനെ ചെയ്യും? നമുക്കറിയാം 2 × 9 എന്ന് പറയുന്നത് 18 ആണല്ലേ? ആ 1നെയും 8നെയും ഒന്ന് നീക്കി വെച്ച് നടുവിൽ ഒരു 9 ചേർത്താൽ ഉത്തരമായി, അതായത് 198. അടുത്തത് 3 × 99. 3 × 9 എന്ന് പറയുന്നത് 27 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 27 എന്ന് എഴുതുക, 2ന് നടുക്ക് എന്ത് ചെയ്യുക? 9 ചേർക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ 3 × 99 എന്ന് പറയുന്നത്. അടുത്തത് 4 × 99. ഒന്ന് എഴുതി നോക്കി. 4 × 9 എന്ന് പറയുന്നത് നമുക്കറിയാം 36 ആണെന്നല്ലേ? ആ 3നെയും 6നെയും ചെറുതായിട്ടൊന്ന് മാറ്റി നടുവിൽ 9 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ 4 × 99 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മിസ് പറയണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഒന്ന് എഴുതി നോക്കുക, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടേബിൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 99ന്റെ ടേബിളാണ് നമ്മൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മാത്സിൽ ഇതേപോലെ ഓരോ കോൺസെപ്റ്റ് പഠിക്കാനും ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ മാത്സ് ബൈ ഹാർട്ടാണ് പഠിച്ചതെങ്കിൽ ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ടൊന്ന് മാറ്റിപ്പിടിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം മുതലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതേപോലെ ട്രിക്സോട് കൂടി പഠിക്കാനാണ് നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചുകളെല്ലാം തന്നെ. അപ്പോൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സീറ്റ് ഉറപ്പാക്കിക്കൊള്ളുക. ഇപ്പോൾ ബേസിക്സിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റുകളെല്ലാം തന്നെ ബേസിക്സ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചാപ്റ്ററായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പോകും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റുകൾ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. പേൾ വീഡിയോസ് അവൈലബിൾ ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ട്രിക്സുകൾ ഉപയോഗിച്ച് മാത്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാം.